ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട് വൃത്തിയായിരിക്കുന്നതിനുള്ള 10 പ്രധാനപ്പെട്ട ശീലങ്ങളാണ്. ഇതിൽ മിക്ക ഹാബിറ്റ്സും നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഒന്നാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ബെഡ്റൂംസ് എല്ലാം ഭംഗിയായി വിരിച്ചിടുക. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബെഡ് ഒന്ന് മേക്ക് ചെയ്താൽ തന്നെ ബാക്കി എത്ര മെസ്സിയായി കിടന്നാലും ആ റൂം പകുതി വൃത്തിയായ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത്, എപ്പോഴാണോ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ തന്നെ എല്ലാ റൂമിലെയും ബെഡ് നന്നായി മേക്ക് ചെയ്തിടുക. ഇനി എഴുന്നേറ്റ ഉടനെയല്ല ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് അരമണിക്കൂറിന് ശേഷം വേണം ബെഡ് വിരിച്ചിടാൻ. അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് കൺവീനിയൻറ്റ്, ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ, അതനുസരിച്ച് നമ്മൾ ആ ഒരു ടൈമിൽ ബെഡ് മേക്ക് ചെയ്യുക. ഈ ഒരു ശീലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളൊരു ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ദിവസം മുഴുവൻ നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഹാബിറ്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഹാബിറ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്തെ ശീലമാണ് ഒരു ലോണ്ട്രി റുട്ടീൻ ഉണ്ടായിരിക്കുക. രാവിലെ തന്നെ ഒരു ലോഡ് തുണി വാഷിംഗ് മെഷീനിൽ ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മോർണിംഗ് റുട്ടീനിൽ ഇത് എന്തായാലും ഉൾപ്പെടുത്തുക. പിന്നെ ഉണങ്ങിയ തുണികൾ വൈകുന്നേരമോ മറ്റോ നമ്മുടെ സൗകര്യം അനുസരിച്ച് എടുത്ത് അവിടെ ഇവിടെയും ബെഡിലോ ചെയറിലോ ഒന്നും കൂട്ടിയിടാതെ കറക്റ്റായിട്ട് മടക്കി വയ്ക്കാനും കബോർഡിൽ ഭംഗിയായി ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലോണ്ട്രി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. ഇനി തുണികൾ മടക്കി വയ്ക്കാൻ എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലോ മറ്റോ മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. തേർഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ യുവർ മെയിൻ വാഷ് ബേസിൻ ഡെയിലി. നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ വാഷ് ബേസിൻ. അതുകൊണ്ട് തന്നെ അത് നന്നായി ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ബേസിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്രഷ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അഴുക്ക് വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തിടാം. നമുക്കൊരു മടി ഉണ്ടാവില്ല. അതുപോലെ കുട്ടികളുടെ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ കോർണേഴ്സിലെല്ലാം അഴുക്ക് അടിയുമ്പോൾ അപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ മെയിൻ വാഷ് ബേസിൻ എന്തായാലും നന്നായി റെഗുലറായിട്ട് ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഡെയിലി നമ്മുടെ വീടിനെ ബേസിക്കായി ഒന്ന് ഒതുക്കിയിടാൻ വേണ്ടി ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ ഒന്ന് സമയം കണ്ടെത്തുക. ഓരോ മുറിയിലും കയറി ഇറങ്ങി മാറിക്കിടക്കുന്ന കാര്യങ്ങൾ നേരെയാക്കി വയ്ക്കുക. ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ ബെഡ് വിരിച്ചിടുക, മുഷിഞ്ഞ തുണികൾ ലോണ്ട്രി ബാസ്ക്കറ്റിലിടുക, ബെഡ് സൈഡ് ടേബിൾ ഒതുക്കിയിടുക. സിറ്റിംഗ് റൂമിലാണെങ്കിൽ ന്യൂസ് പേപ്പർ മടക്കി വയ്ക്കുക, TV റിമോട്ട് തിരിച്ചു വയ്ക്കുക, അതുപോലെ കുഷൻസ് എല്ലാം ഒന്ന് പ്രോപ്പറായി ഒതുക്കിയിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 20 മിനിറ്റ് 30 മിനിറ്റ് സമയം എടുത്തിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടത്. ഈ ടൈമിനുള്ളിൽ വീടിൻ്റെ മൊത്തം ഏരിയയിൽ നമ്മൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾക്കെല്ലാം ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ, ഒരു ഹോം ഉണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഒരു 20 മിനിറ്റ് പിക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വീട് നല്ല ടൈഡിയപ്പ് ആവും. ഒത്തിരി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പണിയാണിത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അടിച്ചില്ലെങ്കിലും തുടച്ചില്ലെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. വീടിൻ്റെ എൻട്രി വേ നന്നായി ഒതുക്കിയിടാൻ ശ്രദ്ധിക്കുക. ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷൂസും ചെരുപ്പും ഒന്നും അവിടെയും ഇവിടെയും ഇടാതെ ഷൂ റാക്കിലോട്ട് എടുത്തു വയ്ക്കുക. TVയുടെ റിമോട്ട്, ടീ കപ്പ്, മാഗസിൻസ്, കുട്ടികളുടെ ടോയ്സ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എല്ലാം സിറ്റിംഗ് റൂമിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കുക. കുട്ടികളുടെ ടോയ്സും ബുക്സും എല്ലാം അവരെ കൊണ്ട് തന്നെ എടുത്തു വെപ്പിക്കുക. ഇപ്പോൾ പിക്കപ്പ് റൂട്ടീൻ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചെയ്താൽ അതൊരു ഫൺ ടൈം ആക്കി മാറ്റാൻ പറ്റും. പിന്നെ പിക്കപ്പ് ടൈമിൽ ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്താൽ ഓരോ തവണയും നമ്മൾ സാധനങ്ങൾ അതത് സ്ഥലങ്ങളിൽ കൊണ്ടുപോവാതെ ബാസ്ക്കറ്റ്സിൽ കളക്ട് ചെയ്യുക. പിന്നീട് സമയമനുസരിച്ച് നമുക്കത് കൊണ്ടുവയ്ക്കാമല്ലോ. പിന്നെ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവരെ ഈ പണി ഏൽപ്പിക്കുകയും ചെയ്യാം.
അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ് ഡൈനിങ് റൂം. എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ഏരിയയാണ് ഡൈനിങ് റൂം. ഫുഡൊക്കെ വീണ് കുറച്ച് കൂടുതൽ മെസ്സി ആവാൻ ചാൻസ് ഉണ്ട് ഡൈനിങ് റൂമിൽ. അപ്പോൾ ഓരോ മീലിന് ശേഷവും ടേബിൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് ഡൈനിങ് ടേബിൾ നന്നായി തുടച്ചിടുക. പിന്നെ സാധനങ്ങൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ഓരോ നേരവും ഡൈനിങ് ടേബിൾ ക്ലിയർ ചെയ്തെടുക്കാൻ നല്ല പാടായിരിക്കും. അതുപോലെ നമുക്ക് പറ്റുന്ന പോലെ ഡൈനിങ് ടേബിൾ ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഭംഗിയാക്കി അറേഞ്ച് ചെയ്തിടാൻ ശ്രമിക്കുക. വീട് വൃത്തിയാക്കാനുള്ള അടുത്ത ശീലമാണ് സ്വീപ്പിംഗ്. എല്ലാ ദിവസവും വീടിൻ്റെ എല്ലാ മുറിയും ഒന്ന് അടിച്ചിടാൻ ശ്രദ്ധിക്കുക. സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് വീടൊന്ന് നന്നായിട്ട് അടിച്ചിടുവാണെങ്കിൽ തന്നെ വീടിനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ഡെയിലി ക്ലീനിങ് ഹാബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 8ാമത്തെ ഹാബിറ്റാണ് മോപ്പിംഗ്. കഴിയുമെങ്കിൽ വീട് നന്നായിട്ട് തുടച്ചിടാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി തുടച്ചിടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് വീട് തുടച്ചിടാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് കിച്ചണും ഡൈനിങ് ഏരിയയെങ്കിലും ഒന്ന് ഭംഗിയായിട്ട് തുടച്ചിടാൻ ശ്രദ്ധിക്കുക. വീട് ക്ലീൻ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാണ് ബാത്റൂം ക്ലീനിങ്. അപ്പോൾ ബാത്റൂമിൻ്റെ ഫ്ലോർ, മിറേഴ്സ്, വാഷ് ബേസിൻ അങ്ങനെയുള്ള ഏരിയാസിലെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. ഇത് ഡീപ്പ് ക്ലീനിങ് ടൈമിൽ ഒത്തിരി പണി ഈസിയാക്കും. അതുപോലെ ബേസിക്കായി അത്യാവശ്യം നീറ്റായി കിടക്കുകയും ചെയ്യും. അതുപോലെ ബാത്റൂം നന്നായി വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി ഇടാനും ശ്രദ്ധിക്കുക. ക്ലീൻ ആൻഡ് ഓർഗനൈസ് യുവർ ക്ലീനിങ് പ്രോഡക്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്ലീനിങ് പ്രോഡക്ട്സും ടവൽസ്, ബ്രഷസ്, മോപ്സ് അതെല്ലാം ഉപയോഗത്തിന് ശേഷം നന്നായി ക്ലീൻ ചെയ്യുക. ഡ്രൈ ആക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് എടുത്തു വയ്ക്കുക. കഴിയണതും ഒരു സ്ഥലത്ത് തന്നെ നന്നായി ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സ്. ഇതിൽ മിക്കതും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ പയ്യെ പയ്യെ നമ്മുടെ വീട് നല്ല ക്ലീനായി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.